എത്രയോ തലമുറകൾ ഇവിടുന്ന് പഠിച്ച് കടന്നുപോയി അതിന്റെ ആഘോഷങ്ങൾ. നമ്മുടെ സ്കൂളിൽ ചെറുതാണെങ്കിലും അതിന്റെ പ്രാധാന്യം ഒട്ടും കുറവല്ല. എത്രയോ അധികം ആൾക്കാർ പഠിച്ചു. ഞാനൊക്കെ 7, 8, 9 പഠിച്ച അധ്യാപകരെ എല്ലാവരെയും തന്നെ കൃത്യമായിട്ട് ഓർക്കുന്നത്. പക്ഷേ നേഴ്സറിയിലും 1ാം ക്ലാസ്സിലൊക്കെ പഠിച്ച അധ്യാപകരെ ഞാൻ ഇടയ്ക്കൊക്കെ നിങ്ങളോട് പറയാറുണ്ട്. ഞാനൊരു പെൺകുട്ടിയോട് സംസാരിച്ചപ്പോൾ നീ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പറഞ്ഞ നേഴ്സറി സ്കൂളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കൊച്ചിനെ നേഴ്സറി സ്കൂളിൽ ചേർത്തുകൊണ്ട് കഴിഞ്ഞ ശേഷം. കാരണം എപ്പോഴും ഇവർക്ക് ഒരു ചിന്തയുള്ളൂ, കൊച്ചു നേഴ്സറി സ്കൂളിൽ ഇരിക്കുന്നു, എഴുന്നേക്കുന്നു, കളിക്കുന്നു, ഓടുന്നു, ചാടുന്നു. 2 വർഷം കോവിഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു അമ്മ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്താണ് ഈ ഉണ്ണീശോക്കളിൽ ഇത് തുറക്കുന്നത്? എന്നിട്ട് വേണം കൊച്ചിനെ അവിടെ ഇരിക്കുന്നു പഠിപ്പിക്കാൻ, എന്നിട്ട് വേണം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതൊന്ന് കാണാൻ. ഒരു കൈയടിച്ചു. ഒരു അമ്മയുടെ ആഗ്രഹം എത്ര വലുതാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ? ഒരു കൊച്ചു സ്കൂളിൽ നിന്ന് പഠിക്കുന്നത് കാണാൻ അമ്മയ്ക്ക് എത്ര കൗതുകമാണ്, എത്ര താല്പര്യമാണ്. നിങ്ങളോട് എപ്പോഴും പറയുന്നത്, മാതാപിതാക്കൾ പറയുന്നത് ശ്രമം വരുന്നത് ഇന്ന് പഠിക്കൂ എന്നാണ്. മോൻ പഠിക്കൂ, മോൻ പഠിച്ച് വലുതാവണം. പണ്ടൊക്കെയുള്ള കുട്ടികളോട് പഠിച്ച് ആരായി തീരണം എന്ന് പറയുമ്പോൾ കുട്ടികൾ പറയുന്നത് ഡ്രൈവറാകണം, കണ്ടക്ടറാകണം എന്നൊക്കെയാണ് പറയുന്നത്. അന്നത്തെ സ്വപ്നം അതായത്. ഇന്ന് അതിനെക്കാട്ടി കൂടുതൽ സ്വപ്നങ്ങൾ കാണാൻ ആൾക്കാർക്ക് സാധിക്കുന്നു. ഞാൻ ദുഃഖിപ്പിക്കുന്നില്ല. ഞാൻ 6 വർഷം പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇതിനൊക്കെ ഒരു പ്രാധാന്യം ഉണ്ട് അല്ലേ? ആങ്കറിങ്ങിനുള്ള പ്രാധാന്യം, പ്രസംഗത്തിനുള്ള ഉച്ചാരണത്തിനുള്ള പ്രാധാന്യം, സിനിമാന്മാർക്ക് ന്യൂസ് റീഡർക്കുള്ള പ്രാധാന്യം, ഈ ഇൻസ്റ്റഗ്രാം എഡ്യൂക്കേഷൻ ന്യൂസിലെ നമുക്ക് എഴുതുന്നില്ല, എഡ്യൂക്കേഷൻ ന്യൂസിൽ നേരത്തെ റീഡറായിരുന്നു. ഞാൻ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില പഞ്ചപേപ്പർ വായിച്ചിട്ടുണ്ട്. ഇന്നെന്തെങ്കിലും പഞ്ചപേപ്പർ പറയുമായിരിക്കും. അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. പ്രോഗ്രാം ആങ്കർ ചെയ്യുന്നവരെ കണ്ടത് സിനിമയിലൊക്കെ കണ്ടത് അല്ലേ? അങ്ങനെ ആഗ്രഹിച്ചൂടെ ആങ്കർ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. ഏതായാലും എല്ലാവരും ജീവിക്കട്ടെ. നമ്മുടെ സ്കൂള് എന്നും നിലനിൽക്കട്ടെ. കാരണം സ്കൂൾ കൂട്ടി പോകുന്നു എന്നൊരു വാർത്ത ഇടയ്ക്കൊക്കെ. പക്ഷേ നിങ്ങളൊരു കാര്യം കുട്ടികൾ ഓർക്കണം, ഒരു കുട്ടിയെ ഉള്ളെങ്കിലും സ്കൂൾ കൂട്ടാൻ പാടില്ല.
എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അതിനൊരു കൈ കൊടുത്തില്ല. മനസ്സിലായത്? അങ്ങനെയാണ്. അവിടെ ഒരു അധ്യാപക പോരാ, എത്ര വിഷയമുണ്ടോ അത്രയും അധ്യാപകർ വേണം. അതിന് എത്ര ലക്ഷം രൂപ മുടക്കുന്നുള്ളതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്ര കോടി മുടക്കുന്നത് ഒരിക്കലും നഷ്ടമാകില്ല. അതെല്ലാം അമൂല്യമാണ്, വിലയുള്ളതാണ്. ഒരിക്കൽ കൂടി ഈ സ്കൂളിൽ എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. ഇവിടെ എനിക്ക് ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികളെ സംസാരിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവർക്കും എല്ലാ നന്മകളും വിജയങ്ങളും ആശംസിക്കുന്നു. വളരെ നന്നായിട്ടല്ലേ ഇവിടെ എല്ലാം വിജയിച്ചിരിക്കുന്നു. നമ്മുടെ ഈ പ്രയർ ഡാൻസ് ഒക്കെ വളരെ ഗംഭീരമായിരുന്നു. ഇനി എത്രയോ നല്ല പ്രോഗ്രാം ഇവിടെ കാണാനും കേൾക്കാനായിരിക്കുന്നു. ഇത്രയും മര്യാദയ്ക്കിരിക്കുന്ന ഓഡിയൻസ് അടുത്തകാലത്ത് ഞാൻ പറയുന്നത് നല്ല ഓഡിയൻസ് നിങ്ങൾക്ക് വ്യത്യസ്തനെ അല്ലേ? എത്രയും നല്ലതായിട്ട് പ്രധാനം പറയാൻ ചെയ്യാം. എന്നാലും ഒരുത്തരം ചെടുത്ത് വേറെ അടിക്കുന്നതാണ് ഇങ്ങനെ അടിക്കുന്നുണ്ട്. അതുപോലെ കുട്ടികളൊക്കെ ചെയ്യും. ഏതായാലും അവിടെ നല്ല പ്രശ്നങ്ങളോടുകൂടി ഇരിക്കുക. പ്രോഗ്രാം ചെയ്യുന്നവരെ ഓക്കെ. താങ്ക് യു. എല്ലാ നന്മകളും ആശംസിക്കുന്നു. താങ്ക് യു. നമസ്കാരം. ജീവനില്ലല്ലോ. ഹായ്. പോരാ, കുറച്ചുകൂടെ ആകാം. ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് എത്ര മണിക്കൂറായി നിങ്ങൾ? 2 മണിക്കൂർ അല്ലേ? അപ്പോൾ വിശക്കാൻ തുടങ്ങിയിട്ടില്ല. ഇനി വൈകിട്ട് ചെറുതല്ലേ കഴിക്കുന്നത് സാധാരണ? അത് വിശപ്പൊന്നുമില്ലല്ലോ. പിന്നെ ക്ഷീണമുണ്ടോ? സാധാരണ നമ്മൾ ഈ ക്ഷീണം പറയാൻ എന്താ ചെയ്യുന്നത്? വെള്ളം കുടിയും, കിടക്കും, ഉറങ്ങും. നിങ്ങളെ കൂടുതൽ കിടന്നുറങ്ങുകയായിരിക്കും പതിവല്ലേ? നിങ്ങളെ കിടന്നുറങ്ങുമ്പം നിങ്ങൾക്ക് വേണ്ടി ഉറങ്ങാതിരിക്കുന്ന 2 പേരുണ്ട് നിങ്ങളുടെ വീട്ടിൽ. ആരാണ്? അച്ഛനും അമ്മയും. അതിൽ സംശയമില്ലല്ലേ? പക്ഷെ ചിലർക്കൊക്കെ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. അതിന് മിണ്ടുന്നില്ല. നിങ്ങൾ ആദ്യം പഠിക്കുന്ന അക്ഷരം ഏതാ? മലയാളം? ആന്നല്ല. ആ ആ. രണ്ടാമത് ആ. നിങ്ങൾ ജനിക്കുമ്പോൾ ആദ്യം കരയുന്നത് എങ്ങനെയായിരിക്കും? അമ്മയെ വിളിച്ചാൽ. മറ്റേ ജനിക്കുമ്പോൾ ആ ശബ്ദമുണ്ടല്ലോ, മിമിക്രിക്കാരൊക്കെ അനുകരിക്കുന്നത് അതല്ല. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ അക്ഷരം ഉച്ചരിച്ച് തുടങ്ങുമ്പോൾ ആദ്യം വിളിച്ച് തുടങ്ങുന്ന ആരെയും അമ്മ. ചിലർ അച്ഛാന്ന് വിളിക്കുന്നുണ്ടോ? ആരെങ്കിലും അങ്ങനെ വിളിച്ച് ആദ്യമായിട്ട് അച്ഛനെ വിളിച്ച് ആരെങ്കിലും ഉണ്ടോ അവിടെ? ആഹാ, കണ്ടോ? നിങ്ങളൊക്കെ അമ്മയെ ആദ്യം വിളിച്ചപ്പോൾ അച്ഛനെ വിളിച്ചവരുണ്ട് ഇവിടെ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അമ്മ പറഞ്ഞോ നിങ്ങൾ ആദ്യം വിളിച്ചത് അച്ഛാന്നാണ്. ആണോ? ഇതെനിക്ക് പുതിയ അറിവാണോ? ഇത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. നമ്മൾ പുതിയ അറിവുകൾ എവിടെ നിന്ന് വന്നാലും അത് പഠിക്കണമെന്നാണ്. ചിലപ്പോൾ അത് തീരെ കുഞ്ഞുങ്ങളിൽ നിന്നായിരിക്കും, മുതിർന്നവരിൽ നിന്നായിരിക്കും, ഗുരുക്കന്മാരിൽ നിന്നായിരിക്കും, പ്രകൃതിയിൽ നിന്നായിരിക്കും, മറ്റ് ജീവജാലങ്ങളിൽ നിന്നായിരിക്കും പുതിയ പാഠങ്ങൾ പഠിക്കുക. ഇവിടെ ഞാൻ പുതിയൊരു പാഠം പഠിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്നും അമ്മയെ മാത്രമല്ല അച്ഛനെയും ആദ്യമായി വിളിച്ച കുഞ്ഞുങ്ങൾ ഈ ലോകത്തുണ്ട്. ചെറിയ മക്കളെൻ്റെ തെറ്റിദ്ധാരണയ്ക്ക് അറിവില്ലായ്മ നിങ്ങളോട് ഞാൻ ക്ഷമപ്പെടുന്നു. എന്തായാലും അച്ഛനും അമ്മയും അതാണ് നമ്മുടെ പ്രധാന കാര്യം. നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് ആരെയാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും? ഉത്തരം അച്ഛനെയാണ് ഏറ്റവും ഇഷ്ടം. അച്ഛനെ അമ്മയും. ഇതിപ്പോൾ നിങ്ങളോടിപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരാരാണെന്ന് ചോദിച്ചാൽ എല്ലാവരെയും നിങ്ങൾ ഉത്തരം പറയുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നത് നാളെ നിങ്ങളെ കാണുമ്പോൾ അത് ശരി, നിനക്ക് എന്നെ ഇഷ്ടമല്ല ഞാൻ ചോദിച്ചു നിങ്ങൾ നോക്കി. അതുകൊണ്ട് നിങ്ങൾ അച്ഛനെ അമ്മയെ സൂചിപ്പിക്കാൻ വേണ്ടി പറയണ്ട. മിക്കവാറും അച്ഛനെ തന്നെയായിരിക്കും ഒരുമാതിരിപ്പെട്ട കുട്ടികൾക്കൊക്കെ ഇഷ്ടം. കാരണം അമ്മ നിങ്ങളെ എല്ലായ്പ്പോഴും ശകാരിക്കും. അല്ലേ? കറക്റ്റല്ലേ? എണീക്കണം, 5 മണിയാകുമ്പോഴത്തേനും വീട്ടിൽ ചെന്നിരിക്കും, പഠിക്കണം. അതൊക്കെ കളി
പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കില്ല, ഒരു പണി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യില്ല. ഒരു പെണ്ണാ വല്ല വീട്ടിലും പോയി ചേർന്നതാ, അടുക്കള സഹായിക്കില്ല. എപ്പം നോക്കിയാലും അമ്മമാരുടെ സഹായം അല്ലേ? ഓ ഇങ്ങനെയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അമ്മമാരോട് ദേഷ്യം ഉണ്ടാവും അല്ലേ? ഉണ്ടോ? ഇല്ല. അപ്പൊ സഹായിക്കുന്നത് നല്ലതാണല്ലേ? അത് ഇതിനുവേണ്ടി സഹായിക്കുന്നത്. ആ അപ്പൊ നിങ്ങൾ നന്നാകാനാണ് സഹായിക്കുന്നതെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ട്. നിങ്ങളെ നല്ല വസ്ത്രം തന്ന്, നല്ല ആഹാരം തന്ന്, ഫീസ് തന്ന്, വണ്ടിക്കൂലി തന്ന്, നിങ്ങളെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കാൻ അവരുടെ പെടാപ്പാട്, കഷ്ടപ്പാട്. അതിന് നിങ്ങളിൽ നിന്നും വിരുദ്ധമായ രീതികൾ ഉണ്ടാകുമ്പോഴാണ് അവർ പ്രകോപിതരാകുന്നത്, ശകാരിക്കുന്നത്. ഇനി നിങ്ങൾ പഠിച്ച് വലിയ ആളുകളായി എല്ലാവരും വിദേശത്ത് പോവുക അല്ലേ? അച്ഛനും അമ്മയും മാത്രം ഇവിടെ ധരിച്ചാൽ നിങ്ങളെല്ലാവരും വലിയ ആളുകളായി പുറത്തേക്ക് പോകും. വൃദ്ധരായി നിങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച പാവപ്പെട്ട അച്ഛനമ്മമാർ ആരോഗ്യമില്ലാതെ യഥാർത്ഥരെ പോലെ കഴിയും. അപ്പോൾ നിങ്ങൾ തിരിച്ചു വരുമോ? വരുമോ? അവരെ സംരക്ഷിക്കുമോ? എങ്കിൽ അങ്ങനെയുള്ള നല്ല കുട്ടികളായി ആ ഗ്രാമീണ വിശുദ്ധിയുടെ പ്രതീകങ്ങളായി നിങ്ങൾ മാറട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരു പാവപ്പെട്ട അമ്മയുടെ ഒരു കഥ, ഒരു കാവ്യമായി ഞാൻ പറയാം. കേൾക്കാൻ താല്പര്യമുണ്ടോ? ഒറ്റക്കണ്ണിയായ ഒരമ്മ. എന്താണ്? ആരും ആശ്രയമില്ലാത്ത ഒരമ്മ. ഈ ഭൂമുഖത്ത് തൻ്റെ കൈക്കുഞ്ഞ് മാത്രം സ്വന്തമായുള്ള ഒരമ്മ. ആ അമ്മയുടെ കഥയാണ്. നിങ്ങൾ കേൾക്കുമോ? ഈ പറയട്ടെ. ഈ തൊണ്ടയ്ക്ക് വലിയ പ്രശ്നമാണ്. കുറെ ചുമയൊക്കെയാണ് കുറെ കാര്യങ്ങളായിട്ട്. ഇപ്പോഴാണ് മാറി ഒറ്റമിഴിയുള്ളൊരമ്മതൻ ജീവിതം ഒറ്റ മകനായി ഒഴിഞ്ഞു വെച്ചു. ഒറ്റമിഴിയുള്ളൊരമ്മതൻ ജീവിതം ഒറ്റ മകനായി ഒഴിഞ്ഞു വെച്ചു. ഒട്ടുമേ വേദനിപ്പിക്കാതെ എപ്പോഴും പൊക്കത്തു കുഞ്ഞിനെ ചേർത്തു വെച്ചു. ഉറ്റവരൊക്കെ അകന്നു പോയപ്പോഴും ഒറ്റക്കുഴറി നടന്നപ്പോഴും ഉള്ളിൽ ഉമിത്തി എരിഞ്ഞു നിന്നപ്പോഴും ഉണ്ണി മനം തണുപ്പിച്ചു നിന്നു. കൈ വളരുന്നുവോ കാൽ വളരുന്നുവോ നിത്യവും നോക്കി കുളിരണിഞ്ഞു. കുഞ്ഞ് മയക്കത്തിൽ ദൈവത്തിനെ കണ്ട് പുഞ്ചിരിക്കുന്നതും മാറ്ററിഞ്ഞു. ഉണ്ണി വളർന്നു. അമ്മ വളരെ കഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ വീടുകളിൽ പോയി ജോലിയെടുത്ത് കുഞ്ഞിനെ വളർത്തുകയാണ്. ഒരു കണ്ണിന് മാത്രം കാഴ്ചയുള്ള നിരാലംബയായ അമ്മ അവനെ വലിയവനാക്കാൻ അവർ പാടുകൊണ്ടു. ഉണ്ണി വളർന്നു വിദ്യാലയ മുറ്റത്ത് ചങ്ങാതിമാരുമായി സല്ലപിക്കെ. അമ്മ പൊതിച്ചോറുമായി തൊട്ടു പിന്നിലായി വന്നു. മനസ്സു നിറഞ്ഞ മട്ടിൽ കുഞ്ഞിനെ തൊട്ടു വിളിക്കുന്നു. കൂട്ടുകാർ സങ്കോചമോടൊട്ടുതുങ്ങിയിരുന്നു. അമ്മ അഭിമാനത്തോടുകൂടി
സ്കൂളിന്റെ അങ്കണത്തിൽ കൂട്ടുകാരോടൊത്ത് കളിക്കുന്ന തന്റെ മകനെ നോക്കി നിന്നു. മെല്ലെ ആ കുഞ്ഞിനെ ഒട്ടു വിളിച്ച് അടുത്തുപോയി. ഉടനെ കൂട്ടുകാരല്ല, അയ്യേ നേരെ ഒരു വൃത്തിയുടെ സ്ത്രീ കൂട്ടുകാരനെ വിളിക്കുന്നു. അവർ സങ്കോചത്തോടെ വഴി മാറി നിൽക്കും. അപ്പൊ ഉണ്ണി എന്ത് ചെയ്തു? പൊട്ടിത്തെറിക്കുന്നിതുണ്ണി, പൊട്ടിത്തെറിക്കുന്നിതുണ്ണി, നാണം കെടുത്തുന്നതിൽ അമ്മയ്ക്കു നേട്ടമെന്തേ? അമ്മ ഒറ്റ കണ്ണിയാണെന്ന് കൂട്ടുകാരെല്ലാം അടക്കം പറഞ്ഞിടുമ്പോൾ പൊള്ളിപ്പൊളിയുകയാണ് എന്റെ മാനം. ഇമ്മട്ടിൽ വലയ്ക്കുന്നതെന്തിനമ്മേ? നെഞ്ചു തകർന്നു, മിഴികൾ നിറഞ്ഞു, ഇടറുന്ന കാലുമായി അമ്മ പടിയിറങ്ങി. ഉണ്ണി വളർന്നു വലുതായി, മികച്ച വിദ്യാഭ്യാസം നേടി. അവൻ നാടും വലിയ ജോലിയിൽ നഗരത്തിലെ വ്യവസായ സ്ഥാപനത്തിൻ്റെ അധിപനായി ഇപ്പോൾ തുടരുകയാണ്. പാവമമ്മ നിരാലംബയായി, നിരാശ്രയായി, ദരിദ്രയായി, ഇടിഞ്ഞു പൊളിഞ്ഞ ഓല ഉരയ്ക്കുള്ളിൽ ഒടിഞ്ഞു വീണ കട്ടിൽ പഴകി തെളിച്ച പുതപ്പിനടിയിൽ ചുരുണ്ടുകൂടി മരണാസന്നയായി കഴിയും. പിന്നീടൊരു നാൾ നാട്ടിൻ പുറത്തുള്ള പള്ളിക്കൂടത്തിലെ വാർഷികമായി യോഗത്തിലെ വിശിഷ്ടാതിഥിയാകുവാൻ ഏതോ വിവിധൻ നിയോഗമായി. താൻ പഠിച്ച കലാലയത്തിലേക്ക് മടങ്ങിയെത്താൻ അവസരം. നാട് വിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്ന നാട് മറന്ന, നാട്ടുകാരെ മറന്ന ആ മഹാനായ യുവപ്രതിഭയെ തിരിച്ചു വരുവാൻ സ്കൂൾ തീരുമാനിച്ചു. തിരിച്ചു കൊണ്ടുവരാൻ അയാൾ വന്നു, വാർഷികത്തിൽ സംസാരിച്ചു. അപ്പോൾ വേദിയിലിരുന്ന ഏതോ ഒരാൾ പറയുന്നു, ആരോ പറഞ്ഞു നിരാലംബയാമമ്മ ഉരയിൽ ഇപ്പോഴുമുള്ള കാര്യം. ആരോ പറഞ്ഞു നിരാലംബയാമമ്മ ഉരയിൽ ഇപ്പോഴുമുള്ള കാര്യം. പോകാതിരിക്കുന്നതെങ്ങനെ, പോകുന്നതെങ്ങനെ, രണ്ടും നിലച്ചു പടിയിറങ്ങി. നാട്ടുകാരോടൊപ്പം വീട്ടുമുറ്റത്തേക്ക് എത്തിയ മകൻ ഒന്ന് അന്തിച്ചു. വീടും മണ്ണും തമ്മിൽ തിരിച്ചറിയാൻ പാടില്ലാത്ത ഭാഗത്തിൽ ഇടിഞ്ഞ് വീട് കിടക്കുന്ന ഓലപ്പുര. അതിനുള്ളിലെ കട്ടിലിൽ അസ്ഥിവഞ്ചനം പോലെ ഒറ്റക്കണ്ണിയായ അമ്മ. മകനെ ഒരു നോക്ക് കണ്ട മാത്രയിൽ അവസാനമായി മകനെ കണ്ട് സന്തോഷത്തോടെ ആ മിഴികൾ എന്നേക്കുമായി അടഞ്ഞു. ആ അമ്മ മരിച്ചു. താഴേക്കിറക്കി കിടത്തി അമ്മയുടെ ശരീരം താഴേക്കിറക്കി കിടത്തി വിരിപ്പുകൾ മാറുന്ന നേരം തലയണയ്ക്കടിയിൽ നിന്നും താഴേക്കു വീണ കുറിപ്പൊട്ടൊരാകാംക്ഷയോടെ മകനെടുത്തു. തലയണക്കടിയിൽ നിന്നും പിഞ്ചിപ്പഴകിയ അക്ഷരങ്ങൾ മാഞ്ഞു തുടങ്ങിയ ഒരു കത്ത് താഴെ വീണു. മകനതെടുത്തു, നിവർത്തി. അതിലെഴുതിയിരിക്കുകയാണ്, നീ ഇത്ര നാളും അറിയാത്തതാമൊരു നേരിന്നറിയിക്കുകയാണ് കുഞ്ഞേ. നീ ഇത്ര നാളും അറിയാത്തതാമൊരു നേരിന്നറിയിക്കുകയാണ് കുഞ്ഞേ. കുഞ്ഞായിരിക്കെ ഉണ്ടായോരപകടം നിന്നിടം കണ്ണു തകർത്തിരുന്നു. ഞാനും ഫലം കണ്ണു നൽകി
തീരുന്നു. ഞാനൻ വലം കടന്നു നൽകി നിൻ കണ്ണിലെ പോയ വെളിച്ചം തിരിച്ചു തന്നു. നേരിടു നീ അറിഞ്ഞ മനം നിത്യം നീറി എരിയാതിരിക്കുവാനായി ഞാൻ അറിയിക്കാതിരുന്നു ഇന്നോളം. നേരിന്നറിയുക നേരുനേരായി. നേര് മനസ്സിലാക്കിയ ആ മകൻ തിരിച്ച് ജീവിതത്തിലേക്ക് എത്തുമ്പോഴേക്കും തിരിച്ചൊന്നും സ്വീകരിക്കാത്ത ഒരു ലോകത്തേക്ക് ആ അമ്മ അകന്നു പോയി. അങ്ങനെ ഉള്ള മക്കളായി നമ്മൾ മാറാതിരിക്കട്ടെ. നന്മയും സ്നേഹവും കരുണയും സഹവർത്തിത്വവും കൂട്ടുകാരോട് ദീനാനുകമ്പയും അക്ഷരമ്മമാരോടും ഗുരുക്കന്മാരോടും ബഹുമാനവും സ്നേഹവും ആദരവുമുള്ള നല്ലൊരു തലമുറയെ മനുഷ്യരായി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ വളരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഇവിടെ ഈ വേദിയിലെത്തുവാൻ അവസരം ഉണ്ടാക്കിത്തന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അനീഷിനും അദ്ദേഹത്തിൻ്റെ പ്രിയതമ ആത്മയ്ക്കും ഇവിടെ എത്തുമ്പോൾ എന്നെ ഏറെ സ്നേഹത്തോടെ സ്വീകരിച്ച ഹൈറേഞ്ചിൻ്റെ സ്വന്തം പുരോഹിതനായ നമ്മുടെ മാനേജരച്ഛന് ഞാൻ ഹൃദയപൂർവ്വം ആദരമർപ്പിക്കുന്നു. കാരണം ഈ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ചുക്കാൻ പിടിച്ചത് പണ്ട് മലകയറി വന്ന പുരോഹിതന്മാരായി. നമ്മൾ നിൽക്കുന്ന ഈ പ്രതലവും നമുക്ക് സംസാരിക്കാനുള്ള നാവും വാക്കുകളും നമുക്കുള്ള പള്ളിക്കൂടവും സൃഷ്ടിച്ചത് നമ്മുടെ അച്ഛനമ്മമാരോടൊപ്പം കൈകോർത്ത് നിന്ന പുരോഹിതന്മാരായി. അക്ഷരവും സമൂഹവും യഥാർത്ഥത്തിൽ ഹൈറേഞ്ചിന് സമ്മാനിച്ചത് ആൾക്കാരെ വലിയർപ്പിക്കാൻ മാത്രം പഠിച്ചവരായിരുന്നില്ല. അതിനുശേഷം നമ്മുടെ കാരണവന്മാരോടൊപ്പം ലോകം മടക്കി കുത്തി മണ്ണിൽ പണിയെടുക്കുവാൻ തയ്യാറായ ഒരു പുരോഹിതന്മാരായിരുന്നു. കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ആ പുരോഹിതവർഗത്തിൻ്റെ പ്രതിനിധിയാണ് നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛനും ഒപ്പം നമ്മുടെ നാടിൻ്റെ സ്വന്തം കൊച്ചച്ഛനുമൊക്കെ. നിങ്ങളുടെ മുന്നിൽ ഞാൻ ഹൃദയം നിറഞ്ഞ ആദരം അർപ്പിക്കുന്നു. ഒപ്പം വേദിയിലുള്ള എല്ലാവർക്കും, സദസ്സിലുള്ള എല്ലാവർക്കും ഹൃദയപൂർവ്വം നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ തലകുനിക്കുന്നു. നിങ്ങളുടെ നന്മകൾ, പ്രാർത്ഥനകൾ എന്നിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹപൂർവ്വം ഞാൻ വിടവാങ്ങുന്നു. നമ്മുടെ ഉദ്ഘാടനത്തിലേക്ക് you.